സ്നേഹം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 9ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത് സിൽ ബിമാ യുനാസിബു, താഴെയുള്ള ചോദ്യങ്ങൾക്ക് യോജിച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഫ കുല്ലു അമലിൻ യുഅ്തബറു ഇൻദല്ലാഹി, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കുന്നത് ഹസ്ബ നിയത്തി ഫാഇലിഹി, അത് ചെയ്യുന്ന ആളുടെ ഉദ്ദേശശുദ്ധി നോക്കിയിട്ടാണ്. ഞാൻ നിസ്കരിക്കുന്നതിന് കൂലി തരുന്നത് എൻ്റെ നിസ്കാരത്തിൻ്റെ നീയത്ത് ആളുകളെ കാണിക്കാനാണെങ്കിൽ കിട്ടൂല, അള്ളാഹ്ക്ക് വേണ്ടിയാവുമ്പോൾ കിട്ടും. അതാണ് നീയത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും കൂലി കിട്ടുക. നല്ലോണം അള്ളാഹുവിൻ്റെ വജ്ഹിനെ പ്രീതി കാംക്ഷിച്ചാണെങ്കിൽ അതിനനുസരിച്ച് കിട്ടും. ഇഖ്ലാസ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് കൂലി കിട്ടും. ഇഖ്ലാസ് ഇല്ലെങ്കിൽ പോയി. രണ്ടാമത്തത് കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ലാ യദ്ദഖിറു ഷൈഅൻ, ഒന്നിനെയും ശേഖരിച്ചു വെക്കില്ല, ലി ഒത്, നാളേക്ക് വേണ്ടി ഒന്നിനെയും ശേഖരിച്ചു വെക്കില്ല. ഇന്നത്തെ കാര്യം കഴിയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നാളത്തേക്ക് വേണ്ടി ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പണമോ ഒക്കെ എടുത്തു വെക്കുന്ന പരിപാടി നബിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളതിൽ നിന്ന് മാറ്റമാണ് അല്ലേ. നമ്മുടെ ഉപ്പമാരൊക്കെ ഗൾഫിൽ പോകുന്നത് നമ്മുടെ വരും കാലത്തേക്കുള്ള ഐശ്വര്യത്തിന് വേണ്ടിയാണല്ലോ. അപ്പം നബിതങ്ങൾ അങ്ങനെയല്ല, നാളേക്ക് വേണ്ടി ഒന്നിനെയും ശേഖരിച്ചു വെക്കാറില്ല. ഇനി 3 ലിദ്ദുർ റജാ, പ്രതീക്ഷയുടെ നേരെ എതിര് വരുന്നത് ഏതാണ്? എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ പാസ്സാവും, ദുറൂസിൽ എനിക്ക് 50 കിട്ടും എന്ന പ്രതീക്ഷയുണ്ട്. അതിൻ്റെ എതിര് വരുന്നത് അൽ യഅ്സു, നിരാശയാണ്. എനിക്കൊന്നും കിട്ടൂല, ഞാൻ പഠിച്ചിട്ടൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല, നിരാശ. അടുത്ത് 4 അർ റജാ, പ്രതീക്ഷ യൂരിസു, നമുക്ക് ഉണ്ടാക്കി തരുന്നത് എന്താണ്? പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ എനിക്ക് 50 വാങ്ങണമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വന്നാൽ തൂലുൽ മുജാഹദത്തി ബിൽ അമാലി, നിങ്ങളുടെ പ്രവർത്തനത്തിൽ പരിശ്രമത്തെ നീട്ടും. ദീർഘമായ പരിശ്രമം ഉണ്ടാകും നിങ്ങളുടെ പ്രവർത്തനത്തിൽ. ആകെ 1-2 തവണ പാഠം വായിച്ച് കിടന്നുറങ്ങൂല, വായിച്ചതിന് ശേഷം അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറും മറ്റൊക്കെ നോക്കും. അതാണ് കൂടുതൽ ദീർഘമായ പരിശ്രമം, പ്രവർത്തനങ്ങളിലുള്ള പരിശ്രമം ഉണ്ടാകും. അതാണ് പ്രതീക്ഷ നമുക്കുണ്ടാക്കി തരുന്നത്. അതിന് പ്രതീക്ഷ വേണം, എനിക്കത് കിട്ടണമെന്നുള്ള പ്രതീക്ഷ. ഇനി അൽ കനാത്തിറുൽ മുക്കൻതറ, നോട്ട് ചെയ്ത് വെച്ചോളൂ, എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. എന്താണ് കനാത്തിറുൽ മുക്കൻതറ എന്ന് പറഞ്ഞ അറബി പദത്തിൻ്റെ വിശദീകരണം എന്താണ്? അംവാലുൻ കസീറത്തുൽ മുജമ്മഅത്തു, ഒരുമിച്ച് കൂട്ടപ്പെട്ട കുന്നുകൾ പോലെയുള്ള സമ്പത്താണ് അൽ കനാത്തിറുൽ മുക്കൻതറ എന്ന് പറഞ്ഞാൽ. 6 ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നത് നീയത്ത് നോക്കിയിട്ടാണ്. വ ഇന്നമാലി കുല്ലിംബ്രിഇൻ, ഓരോ മനുഷ്യനും ഉണ്ടാകും മാനവ, അവൻ എന്താണോ അവൻ്റെ പ്രവർത്തനം കൊണ്ട് കരുതിയത് അത് അവനുണ്ടാകും. 7 മഅന ഹുസ്നി ലന്നി ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ യലുന്ന അന്നഹു യർഹമുഹു, പടച്ചോൻ നിനക്ക് കാരുണ്യം തരും. വയഅഫു അൻഹു, അള്ളാഹു നിൻ്റെ പാപം പുറത്തു തരും എന്ന് നീ മനസ്സിലാക്കുക. അതാണ് നിൻ്റെ റബ്ബിനെ കുറിച്ച് നീ നല്ലതേ വിചാരിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ ആശയം. പടച്ചോൻ നിനക്ക് കരുണ ചെയ്യും, നിനക്ക് പുറത്തു തരും. 8ാമത്തത് തെറുക്കുൽ ഹറാമി, ഹറാം ഒഴിവാക്കലാണ്. വഹുവ സുഹുദുൽ അവാമി, പൊതുജനങ്ങളുടെ പരിത്യാഗം. 4 ഐറ്റത്തിൽ വരുന്നുണ്ട്. പ്രത്യേകക്കാരുടേത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടേത്, ആരിഫീങ്ങളുടേത്. അതിലൊന്ന് പൊതുജനത്തിൻ്റെത് വരുന്നുണ്ടല്ലോ അല്ലേ. ആ പൊതുജനങ്ങൾക്കുള്ള പരിത്യാഗം എന്താണ്? നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹറാമുകൾ ഇന്ന് കൂടിയിട്ടുണ്ട്. ആ ഹറാമിൽ നിന്നൊക്കെ പതിയെ മാറി നിൽക്കലാണ് പൊതുജനങ്ങളുടെ അഥവാ നമ്മുടെയൊക്കെ പരിത്യാഗം. അതാണ് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ്. ഇനി 2ാമത്തത് തെമ്മീം, പൂർത്തിയാക്കാനാണ്. 1 ഫമൻ കാനത്ത് ഹിജറത്തുഹു, ഒരാൾ ഹിജറ പോകുന്നത് ഇലല്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടിയും റസൂലിഹി, അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടിയിട്ടുമാണെങ്കിൽ ഫ ഹിജറത്തുഹു, അങ്ങനെ ആകുമ്പോൾ അവൻ്റെ ഹിജറ ഇലല്ലാഹി വ റസൂലി, അള്ളാഹ്ക്കും റസൂലിന് തന്നെ ആകും. ഇനി വമൻ കാനത്ത് ഹിജറത്തുഹു ഇല ദുന്യ,
ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഒരാൾ ഹിജറ പോകുന്നത്. യുസീബുഹ, അവനിക്ക് ദുനിയാവ് കിട്ടും, കുറേ പൈസ കിട്ടും. അല്ലെങ്കിൽ ഔ ഇമ്രഅത്തിൻ, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ. ഇപ്പോൾ മദീനയിലേക്ക് ഹിജറ പോകുന്നതിൽ ചില ആൾക്കാർ, മദീനയിലെ സ്ത്രീകളൊക്കെ നല്ല സ്നേഹവും സൗന്ദര്യമുള്ള നിങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരെ വിവാഹം ചെയ്യാനാണ് ലക്ഷ്യം വെച്ച് പോയതെങ്കിൽ യത്തസവ്വജുഹ, അവർക്ക് അവരെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ അതിലൊക്കെ കൂലിയുണ്ടോ? ഇല്ല. കൂലി അള്ളാഹ്ക്കും റസൂലിനും വേണ്ടിയിട്ട് നിയത്താക്കി ഹിജറ പോകുമ്പോഴാണ്. ഹിജറത്തുഹു, അപ്പോൾ ഓരോരുത്തരുടെ ഹിജറയുമാകും ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനു വേണ്ടിയാണോ ഹിജറ പോയത് അതിനു വേണ്ടിയാകും. മൂന്നാമത്തത് ഇന്ന മിമ്മ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നത് മാ യഫ്തഹുല്ലാഹുലക്കും, അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരലിനെ ഞാൻ പേടിക്കുന്നത് മിൻ സഹറത്തി ദുനിയാവ സീനത്തിഹ, ദുനിയാവിൻ്റെ അലങ്കാരവും ഭംഗിയും നിയമത്തും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു കൂടുതലായി തുറന്നു തരുന്നതിനെയാണ് ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കോ എന്നതിൽ എനിക്ക് ബേജാറില്ല. പക്ഷേ ഇങ്ങനെ അനുഗ്രഹം കൂടുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മറക്കും. അതാണ് ഞാൻ നിങ്ങളെ മേൽ പേടിക്കുന്നത്. നാലാമത്തത് വ ഇലൽ അർളി, ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ സുത്തിഹത്ത്, എങ്ങനെയാണ് അതിനെ പരത്തപ്പെട്ട് കിടക്കുന്നത്? നിങ്ങൾക്ക് ജീവിക്കാൻ പാകത്തിന് ആ ഉരുണ്ട ഭൂമിയെ നമ്മൾ എങ്ങനെ ആക്കി എന്നുള്ളതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? സുത്തിഹത്ത് എന്ന് പറഞ്ഞാൽ അതിനെ പരത്തി ആക്കിയിരിക്കുന്നു എന്നതാണ്. ഇനി അഞ്ചാമത്തത് തെർക്കുമായുഷ്ടിലുൽ അബുദു അനില്ലാഹി താല, അള്ളാഹ് എന്ന ചിന്തയെ തൊട്ട് തിരിച്ചു കളയുന്ന എന്തൊക്കെയുണ്ടോ, വാട്സപ്പ് നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, അത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുനിയാവിൻ്റെ എല്ലാ വിഷയങ്ങളും, അതിൽ നിന്നൊക്കെ ഒരു വ്യക്തി മാറി നിൽക്കുമ്പോഴാണ് വഹുവ സുഹുദുൽ ആരിഫീൻ, അത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളുടെ പരിത്യാഗമായി മാറുന്നത്. ത്യാഗത്തിൻ്റെ മേലെയാണ് പരിത്യാഗം, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അള്ളാഹ് എന്ന ചിന്തയെ തൊട്ട് തിരിച്ചു കളയുന്ന എല്ലാത്തിനെയും ഒഴിവാക്കലാണ് ആരിഫീങ്ങളുടെ പരിത്യാഗം. മൂന്നാമത്തത് ബയ്യൻ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ്രാദുല്ലാഹി തആല, അള്ളാഹുവിനെ തനിപ്പിക്കുക, ഫി ത്വാഅത്തി, അള്ളാഹ്ക്ക് ആരാധിക്കുന്നതിൽ അള്ളാഹുവിനെ മാത്രമാക്കുക, ബിൽ ഖസ്ദി, ഉദ്ദേശം കൊണ്ട്. അപ്പോൾ ആരാധിക്കുന്നതിലുള്ള ഉദ്ദേശം അള്ളാഹു മാത്രമാക്കുക എന്ന് ചുരുക്കം. അപ്പോൾ ഉദ്ദേശം കൊണ്ട് വഴിപ്പെടുന്നതിൽ അള്ളാഹുവിനെ തനിപ്പിക്കുക, അതാണ് ഇഖ്ലാസ്. ഇനി അടുത്തത് അർറജാഉ, പ്രതീക്ഷയാണ്. ഇർത്തിയാഹു കൽബിൽ അബ്ദി, അടിമയുടെ ഹൃദയത്തിൽ ആശ്വാസത്തെ കൊണ്ടുവരിക. ലി ഇൻതിലാരി മാ ഹുവ മഹ്ബൂബുൻ ഇൻദഹു, അവൻ്റെ അരികിൽ പ്രിയപ്പെട്ട ഒന്നിനെ കാത്തിരിക്കൽ കൊണ്ട് അതെന്നിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ ആശ്വാസത്തെ കൊണ്ടുവരലാണ് പ്രതീക്ഷ. അതെനിക്ക് കിട്ടും, അവർ വരുമായിരിക്കും. ആ ആശ്വാസത്തോടുകൂടെ ഹൃദയത്തിൽ ആശ്വാസത്തെ, പ്രതീക്ഷയോടുകൂടെ ആശ്വാസത്തെ കൊണ്ടുവരുന്നതാണ് റജാ. ഇനി അടുത്തത് അജിബ്, ഉത്തരം എഴുതുന്ന, അത് വായിക്കുന്നതിന് മുമ്പ് നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി എന്നയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അജിബ്, ഉത്തരം എഴുതുക എന്നതിൽ ഒന്ന്, മാതാ കാല സുഫിയാനു സൗരി അനിസുഹുദി, മഹാനായ സുഫിയാനു സൗരി പരിത്യാഗത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? പരിത്യാഗമെന്നാൽ ഫിദ്ദുന്യ, ദുനിയാവിൽ, കസുറുൽ അമൽ, ആഗ്രഹത്തെ ചുരുക്കുക. അത് വേണം, ഇത് വേണം, അതില്ല, ഇതില്ല, ആഗ്രഹത്തെ ചുരുക്കി നോക്ക്, അതാണ് പരിത്യാഗം. അതല്ലാതെ ലൈസബി അഖിലിൽ ഒലീലി, കട്ടിയുള്ള ഭക്ഷണം കഴിച്ചതുകൊണ്ടോ വലാബിൽ ഉബുസിൽ ഒബായി, വിലയില്ലാത്ത കരിമ്പടം പുതച്ചതുകൊണ്ടൊന്നും പരിത്യാഗമാവില്ല. പരിത്യാഗത്തിന് ആഗ്രഹങ്ങളെ ചുരുക്കണം. രണ്ടാമത്തത് മാതാ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതിഹി ബി സലാസത്തി അയ്യാമിൻ, നബി മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ്, തൊട്ട് 3 ദിവസം മുമ്പ് എന്താ പറഞ്ഞത്? ലാ യമൂത്തുന്ന അഹദുക്കും, നിങ്ങളാരും മരിക്കരുത്, ഇല്ലാ വഹുവ യുഹ്സിനുള്ളന്ന ബില്ലാഹി തആല, അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കാത്ത നിങ്ങളാരും മരിക്കരുത്. ഇനി അൽ ഖൗഫു, ഭയം, ബായിസുൻ, നമുക്ക് പ്രേരണയാകുന്നുണ്ട്. എന്തിനാണ്, ഏത് വഴിയിലാണ് ഭയം നമ്മളെ പ്രേരിപ്പിക്കുന്നത്? നരകത്തിലേക്ക് പോകും എന്ന് പേടിച്ചിട്ടല്ലേ പലരും നിസ്കരിക്കുന്നത്? അതാണിവിടെ പറഞ്ഞത്. ബി തുരീക്ക് റഹ്ബത്തി, പേടിയുടെ വഴിയിലൂടെ ഭയം നമുക്ക് പ്രേരണയാകുന്നുണ്ട്. നരകത്തിൽ കടക്കുമോ എന്ന ഭയമാണ് നമ്മളെ നിസ്കാരം ഒഴിവാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ബി തുരീക്ക് റഹ്ബ, പേടിയുടെ വഴിയിൽ നമുക്കത് പ്രേരണയാകുന്നുണ്ട്. നാലാമത്തത് കാല സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്റുമു ഇബ്നു ആദം, ആദം സന്തതികൾ പ്രായമായാലും
വ തെഷിബു മിൻഹു ഇസ്നാനി, അവരിൽ 2 കാര്യങ്ങൾ യുവത്വത്തിലേക്ക് പോകും. മാഹുമ, 100 വയസ്സായാലും 2 കാര്യങ്ങൾ 40 വയസ്സിലുണ്ടാകും. അതുപോലെ ഹിർസു അലൽ മാല്, സമ്പത്തിൻ്റെ മേലുള്ള അലച്ച, കിട്ടിയാൽ തീരാത്ത സമ്പാദ്യ മോഹം. വൽ ഹിർസു അലൽ ഉംറ്, ജീവിച്ച് കൊതി തീരാതിരിക്കുന്നതിനോടുള്ള അലച്ച, എത്ര ജീവിച്ചാലും കൊതി തീരാത്ത ആയുസ്. ഈ 2 കാര്യങ്ങൾ ആദം സന്തതികളിൽ യുവത്വത്തിലായിരിക്കും. 5-മത്തത് റത്തീബ് തെർത്തീബാക്കാനാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചതായി കണ്ടിട്ടുണ്ട്, നോട്ട് ചെയ്തോളൂ. വസ്ഹദ് വദാ ഫഖദുൻ അലാക്കത്ത കൽബിക ബിൽ മാലില ഫഖദുൻ തെക്കു അഴക്കല. വസ്ഹദ്, നീ പരിത്യാഗിയായിക്കോ. വദാ ഫഖദുൻ അലാക്കത്ത കൽബിക ബിൽ മാൽ, സമ്പത്തുമായി നിൻ്റെ ഹൃദയ ബന്ധം അങ്ങ് മുറിച്ച് കളയുക. പൈസ വേണം എന്ന ആ ഹൃദയ ബന്ധത്തെ മുറിച്ച് കളഞ്ഞാൽ മതി. അതാണ് പരിത്യാഗം. അതല്ലാതെ ലാ ഫഖദുൻ തെക്കു അഴക്കല, സമ്പത്തില്ലാതിരിക്കലല്ല. സമ്പത്തില്ലാതിരുന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും വാങ്ങാനും ഒന്നും പൈസ ഉണ്ടാവില്ലല്ലോ. ആ സമ്പത്തിനോടുള്ള ആ മോഹം ഉണ്ടല്ലോ, ആ കണക്ഷൻ ഹൃദയത്തിൽ നിന്ന് വെട്ടി മാറ്റുക. സമ്പത്ത് വരട്ടെ പോട്ടെ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അതിങ്ങനെ ആലോചിച്ച് അതിങ്ങനെ എണ്ണിയിരിക്കുന്ന ആ ബന്ധം വിച്ഛേദിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ തെക്കു അഴക്കല, നീ ബുദ്ധിമാനാകും. അതാണ് അതിൻ്റെ ആശയവും പഠിക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ അറബിയും പഠിക്കുക. ഇനി തെർജിം, പരിഭാഷപ്പെടുത്താനാണ്. കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത് ഖതഅൽ കൽബ അൻ ആദിഹി ദുനിയ വ തറക്കൽ ഇദ്ദിഖാർ ലിശൈഇൻ മിൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനോടുള്ള ഹൃദയബന്ധം മുറിച്ചിരുന്നു. ദുനിയാവിലെ സമ്പത്തിൽ നിന്നും വല്ലതും കരുതി വെക്കുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കിയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നാളേക്ക് വേണ്ടി ശേഖരിക്കുന്ന പരിപാടിയില്ല. ഉക്തുബ് മാന, അർത്ഥം എഴുതുക. മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ. ഹദ്ദാദ്, ഇരുമ്പ് പണിക്കാരനാണ്. ഉർഫത്തു സഫ്, ക്ലാസ്സിലെ റൂമാണ്. ജവാദ്, ധർമ്മിഷ്ഠനാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. 4 പാഠങ്ങൾ മാത്രമാണ് നമുക്ക് ദുറൂസിൽ പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോ ചെയ്യണം. സപ്പോർട്ടായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈ ഒരു പരീക്ഷയിൽ മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ. ആമീൻ.